കഴിഞ്ഞ വർഷം ദുൽഖർ സൽമാൻ നായകനായി എത്തിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ലക്കി ഭാസ്കർ. തെലുങ്കിൽ മാത്രമല്ല തെന്നിന്ത്യയൊട്ടാകെ ചിത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെ ദുൽഖറിന്റെ മറ്റൊരു തെലുങ്ക് ചിത്രവും പ്രഖ്യാപിച്ചിരുന്നു. ദുൽഖർ സൽമാന്റെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പുതിയ ചിത്രമായ ആകാശംലോ ഒക്കാത്താർ. ഇതിന്റെ ചിത്രീകരണം ഹൈദരാബാദിൽ വലിയ ഗംഭീരമായ പൂജാ ചടങ്ങുകളോടെ ഔദ്യോഗികമായി ആരംഭിച്ചു. പവൻ സാധിനേനി സംവിധാനം ചെയ്ത ഈ ചിത്രം ദുൽഖറിന്റെ കരിയറിലെ ഒരു ആവേശകരമായ അധ്യായമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയതിനു ശേഷമാണത്. ഫെബ്രുവരി 2 നടന്ന പൂജ ചിത്രത്തിനൊരു പ്രധാന സംഭവമായിരുന്നു. ചടങ്ങിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പരമ്പരാഗത തെലുങ്ക് വസ്ത്രത്തിലായിരുന്നു ദുൽഖർ എത്തിയത്. സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പം ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്യുകയും താരം ചെയ്തു. നിർമ്മാതാക്കളായ അശ്വിനി ദത്തിനും അല്ലു അരവിന്ദിനൊപ്പം അദ്ദേഹം നിൽക്കുന്നതും കാണാം. സാധിക വീരവല്ലി ദുൽഖർ സൽമാന്റെ നായികയാകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് പവൻ സതിനേനിയാണ്. ഹൈദരാബാദിൽ നടന്ന ചടങ്ങിൽ ചിത്രത്തിന്റെ നിർമ്മാതാവും അല്ലു അർജുന്റെ പിതാവുമായ അല്ലു അരവിന്ദിനൊപ്പം ദുൽഖർ നിൽക്കുന്ന ചിത്രങ്ങളും ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ ആരംഭിച്ചു. ഇന്നേക്ക് ദുൽഖർ സൽമാന്റെ ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോ റിലീസ് ചെയ്ത് 13 വർഷം പൂർത്തിയായതിന്റെ ഭാഗമായി ഇന്നലെ ആകാശംലോ ഒക്കാത്താരയുടെ പൂജാ ചിത്രങ്ങൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. അതും സോഷ്യൽ മീഡിയയിൽ പറക്കുകയാണ്. 2012 ഫെബ്രുവരി 3 നവാഗതനായ ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ അരങ്ങേറിയത്. അതേസമയം ദുൽഖറിന്റെ അടുത്ത തമിഴ് ചിത്രം കാന്തയുടെ പുതിയ അപ്ഡേറ്റും പുറത്തുവരികയാണ്. സൂപ്പർ ഹിറ്റ് ആക്ഷൻ ത്രില്ലർ ആർഡിക്സിന്റെ സംവിധായകൻ നഹാസ് ഹിദായത്തിന്റെ മാസ് ആക്ഷൻ എന്റർടൈനറാണ് ദുൽഖർ അടുത്തതായി അഭിനയിക്കാൻ പോകുന്ന മലയാള ചിത്രം. ചിത്രത്തിൽ വില്ലനായി എസ്.ജെ. സൂര്യയെ കാസ്റ്റ് ചെയ്തുവെങ്കിലും ഇപ്പോൾ എസ്.ജെ. സൂര്യയ്ക്ക് പകരം വില്ലൻ വേഷം ചെയ്യുന്നത് തമിഴ് സംവിധായകനും നടനുമായ മിഷ്കിനാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും പുതിയ തെലുങ്ക് പ്രൊജക്ടിൽ ദുൽഖറിനെ കാണാൻ ആരാധകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.